കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 21 നമ്മൾ ശ്ലോകം 26 ചെയ്തു. അതിലെന്താണ് പറഞ്ഞാൽ, വേദം പഠിച്ചിട്ടുണ്ടെങ്കിലും വേദത്തിൻ്റെ പൊരുള് ശരിക്കുള്ള എസൻസ് മനസ്സിലാക്കാത്തവരാണ് ഇങ്ങനെ വേദം കർമ്മങ്ങൾ ചെയ്ത് ഫലം സമ്പാദിച്ചോളൂ എന്ന് പറയണത്. കാരണം ഫലാപേക്ഷയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളൊന്നും ശാശ്വതമല്ല എന്നുള്ളത് വേദത്തിൽ തന്നെ പറയുന്നുണ്ട്. വെറുതെ കുട്ടികൾക്ക് മിഠായി കൊടുത്തിട്ട് മരുന്ന് കഴിപ്പിക്കണ പോലെ പ്രവൃത്തി മാർഗത്തിൽ നിവൃത്തി മാർഗത്തിലേക്ക് ഇങ്ങനെ തമോ ഗുണമുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരിക്കലും വേദം അങ്ങനെ പറഞ്ഞിട്ടില്ല. ചില കുബുദ്ധി പറഞ്ഞല്ലോ അല്ലേ, 26 കുബുദ്ധികൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറയുകയാണ്. അത് ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഇനി എന്തൊക്കെയാണ് കുബുദ്ധികൾ അറിയാതെ പറയുന്നതൊക്കെയാണ് അടുത്ത 8 ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നത് തോന്നുന്നു കേട്ടോ. 8 9 എത്ര ശ്ലോകങ്ങളിൽ കേട്ടോ. ഇനി നമുക്ക് 27 വായിക്കാം. അപ്പം ഞാൻ 27 വായിക്കാം കേട്ടോ. കാമിന കൃപണാലുബ്ധാഃ പുഷ്പേഷു ഫലബുദ്ധയഃ അഗ്നിമുഗ്ധാ ധൂമതാന്താഃ സ്വം ലോകം ന വിദന്തി തേ. 27 കാമിന വലിയ ആഗ്രഹമുള്ളവരെ, കാമമുള്ളവർ, അത് ആശയുള്ളവർ, ആശിക്കുന്നവരും, കൃപണാഹ അതുകൊണ്ട് ആശ സാധിക്കാതെ ദൈന്യത അനുഭവിക്കുന്നവരും, ലുബ്ധാഹ അതുകൊണ്ട് തന്നെ വലിയ ലോഭം അത്യാഗ്രഹമുള്ളവരും, പുഷ്പേഷു ഫലബുദ്ധയ അതുകൊണ്ട് സ്വർഗം മുതലായ ഫലങ്ങളിൽ മോക്ഷത്തിനേക്കാളും പരമമായിട്ടുള്ള ആത്യന്തികമായ ലക്ഷ്യം സ്വർഗമാണെന്ന് ധരിച്ചവരും, അതുകൊണ്ട് അഗ്നിമുഗ്ധ അതുകൊണ്ട് അതായത് ഈ ഹോമമൊക്കെ ചെയ്യുക, യാഗം ചെയ്യുക, അങ്ങനത്തെ അഗ്നി മുഖാന്തരം ചെയ്യുന്ന എല്ലാ ആരാധനകളെയും ചെയ്ത് അതിലൊക്കെ വളരെ ആസക്തിയായിട്ട് യാഗം ചെയ്യുന്ന സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വിവേകമില്ലാത്തവരും, ധൂമതാന്താഹ ഒടുവിൽ ധൂമമാർഗത്തിൽ, അതായത് പുകയുടെ മാർഗം എന്ന് പറഞ്ഞാൽ മോക്ഷമാർഗ്ഗമല്ല, പിന്നെയും ജനിക്കണം, അങ്ങനത്തെ മാർഗത്തിൽ പോകുന്നവരും, തേ അവർ സ്വം ലോകം അതായത് ആത്മതത്വത്തിനെ അവനവൻ്റെ ഈ ആത്മതത്വത്തിനെ എന്ന വിദന്തി അറിയുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുബുദ്ധികളുടെ കാര്യമാണ് പറയണത്. അതായത് വേദത്തിൻ്റെ പൊരുളെ അറിയാത്തവർ. അപ്പം എന്താ പറയണത്, അത്യാഗ്രഹികളും ആഗ്രഹം കൊണ്ട് ദൈന്യത അനുഭവിക്കുന്നവരും, ഭയങ്കര ലോഭം അത്യാഗ്രഹമുള്ളവരും ഒക്കെ ഈ അൾട്ടിമേറ്റായിട്ട് ആത്യന്തികമായിട്ടുള്ള ഫലം സ്വർഗം തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ചവരും, മോക്ഷമല്ലാന്നേ സ്വർഗം കഴിയും, അത് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ജനിക്കണമെന്ന് ബോധ്യമില്ലാതെയാണ്. അതാണ് സ്വർഗത്തിലിരിക്കാം, പക്ഷെ സ്വർഗത്തിൽ നമ്മുടെ പുണ്യഫലങ്ങളുടെ അനുഭവം കഴിഞ്ഞാൽ, പുണ്യം ക്ഷയിച്ചാൽ ആദ്യം വരണം, അത് ബോധ്യപ്പെടാതെ അതാണ് ആത്യന്തികമായിട്ടെന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഈ ഇങ്ങനെ യാഗങ്ങൾ അഗ്നിയിൽ ചെയ്യണ എല്ലാ കാര്യങ്ങളിലും അത്യാസക്തരായിട്ട് വിവേകം നശിച്ച് അവസാനം ധൂമമാർഗത്തിലൂടെ പോവുക എന്ന് പറഞ്ഞാൽ എന്താ, ധൂമമാർഗത്തിലൂടെ പോയിട്ട് ആദ്യം തിരിച്ച് ഇങ്ങോട്ട് വരണം. അതായത് നമ്മൾ ആ നാരായണീയത്തിലൊക്കെ വായിച്ചുല്ലോ, 2 മാർഗം ഉണ്ടെന്ന് പറഞ്ഞുല്ലോ. അതായത് നമുക്ക് മോക്ഷം കിട്ടില്ലെങ്കിൽ ആദ്യം നമ്മൾ ആ ബാക്കിയുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ ജനിക്കും. പിതൃലോകത്തിലൊക്കെ പോയി കുറച്ച് കാലം ഇരുന്ന് നമ്മൾക്ക് നമ്മുടെ കർമ്മഫലം പരിഭാഗമാവുമ്പോൾ നമുക്ക് യോജിക്കുന്ന അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് ആദ്യം ജനിക്കും നമ്മൾ. അല്ലാച്ചാലാണ് വേറെ 2 മാർഗത്തിൽ കൂടെ പോയിട്ട് ക്രമമുക്തിയും സദ്യോമുക്തിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ആദ്യം പറഞ്ഞിട്ടുണ്ട് ക്രമമുക്തിയും സദ്യോമുക്തിയൊക്കെ എങ്ങനെയാണ്. അതായത് നേരെ മുക്തി കിട്ടുന്നതും അല്ലെങ്കിൽ പല 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 ലോകങ്ങളിൽ പോയിട്ട് അവസാനം മുക്തി കിട്ടുന്നതൊക്കെ. ഇതങ്ങനെയല്ല, വീണ്ടും ജനിക്കേണ്ടി വരികയാണേ. അങ്ങനെ ആത്മസ്വരൂപത്തിനെ അറിയാതെ അവർ പിന്നെയും ഇതന്നെ ചെയ്തും കൊണ്ട്, അതായത് ഫലാപേക്ഷയോടുകൂടി
യാഗങ്ങളും എല്ലാ കർമ്മങ്ങളും ഫലാപേക്ഷയോടുകൂടി ചെയ്ത് ഫലം ലഭിക്കും. അതിപ്പോൾ ഇഹലോകത്തിലാണെങ്കിലും ഫലം ലഭിക്കും, അത് നഷ്ടപ്പെടും. അത് പരലോകത്തിലാണെങ്കിലും ഫലം ലഭിക്കും, സ്വർഗമൊക്കെ ലഭിക്കും, അതും നഷ്ടപ്പെടും. അതിനെപ്പറ്റി ബോധമില്ലാതെ പിന്നെയും ഇങ്ങനെ ചെയ്ത് അവർ ആത്മസ്വരൂപം അറിയാതെ അങ്ങനെ കഴിയുന്നു. കാമിന കൃപണാലുബ്ധാഹ പുഷ്പേഷു ഫലബുദ്ധയ അഗ്നിമുഗ്ധ ധൂമതാന്താഹ സ്വം ലോകം ന വിദന്തിതേ. ആത്മതത്വം അറിയണില്ല, ന വിദന്തി. ഇനി പിന്നെ സ്വർഗത്തിനെ കാണിക്കുന്നതാണ്. നതേ മാമംഗ ജാനന്തി ഹൃദിസ്ഥമ്യ ഇദം യതഃ ഉക്തശസ്ത്ര ഹ്യസുതൃപോ യഥാ നീഹാരചക്ഷുഷഃ. അംഗ ഹേ വിളിക്കുകയാണ് ഉദ്ധവനെ. ഉദ്ധവ, ഇതം എന്ന് വെച്ചാൽ ഈ ജഗത്ത്, യതഃ ഏത് ശക്തിയിൽ നിന്നാണോ ഉണ്ടാകുന്നത്, യഹ ഈ പ്രപഞ്ചം തന്നെ അല്ലെങ്കിൽ പ്രപഞ്ചമായി നിൽക്കുന്നതാരോ, ഹൃദിസ്ഥം അവരവരുടെ ഹൃദയത്തിൽ, മാം ഇരിക്കുന്നു, തേ ന ജാനന്തി അവരുടെ ഹൃദയത്തിലൊക്കെ ഞാനിരിക്കുന്നു എന്ന് അവരറിയണില്ല. അതുകൊണ്ടാണ് അതവർ ഒട്ടും ആ ആത്മവിസ്മൃതി വന്നു അവർക്ക്. അത് കാരണം ഉക്തശസ്ത്രാഹ ഈ കർമ്മത്തിനെ തന്നെ പ്രശംസിക്കുന്നവരും, അതായത് കർമ്മം ചെയ്യുക, അതായത് അതിലിപ്പോൾ ഈ പിന്നെ യാഗമൊക്കെ ചെയ്യുമ്പോൾ ഹിംസ ഉണ്ടല്ലോ, പശുവിനെ അല്ലെങ്കിൽ ആടിനെയൊക്കെ കൊല്ലുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പിന്നെ അറിയാതെ അത് നല്ലതാണ്, അത് കേമാണ്, അത് നമുക്ക് സ്വർഗം തരുമെന്ന് പറഞ്ഞുകൊണ്ട് അസുതൃപഹ ആയതിനാൽ പ്രാണനെ തൃപ്തിപ്പെടുത്തുന്നത്, അതായത് അങ്ങനെ സ്വയം സന്തോഷിക്കുക, അവനവൻ്റെ ജീവനെ സന്തോഷിപ്പിക്കുക, എനിക്ക് സ്വർഗം കിട്ടും. നീഹാര ചക്ഷുഷഃ യഥ അതായത് എന്താ പറയുക, തിമിരൊക്കെ വന്ന് കാണാത്ത കണ്ണുകളോട് കൂടിയവർ തൻ്റെ തന്നെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ വെളിച്ചത്തെ അറിയാതെ, ഇപ്പോൾ കണ്ണില്ലെങ്കിൽ നമുക്ക് സൂര്യൻ ഉദിച്ചാലും അറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ പറയണത് അതാണ്, കണ്ണിന് കാഴ്ച ഇല്ലാത്തവരെ സൂര്യൻ ഉദിച്ചാൽ പോലും അറിയാത്തതുപോലെ സ്വയം ഉള്ളിൽ പ്രകാശിക്കുന്ന എന്നെ അറിയുന്നില്ല എന്ന് പറയാണ് ഭഗവാൻ ഇതിൽ. അതായത് ഇങ്ങനെ കർമ്മനിരതരായിട്ടുള്ള, അതായത് ഫലാപേക്ഷയോടുകൂടി കർമ്മം ചെയ്യുന്നതിൽ വ്യാപൃതരായിട്ടുള്ളവരും ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം സുഖം കാണുന്നവരായിട്ടുള്ള അവർ, ഞാൻ ഈ വിശ്വാകാരമായിട്ട് പ്രകാശിക്കുന്ന ആളാണെന്ന് മാത്രമല്ല, ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായിരുന്നു പ്രകാശിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ ഉള്ളിലും പ്രകാശിക്കുന്ന എന്നെ ഇരുട്ടുള്ളപ്പോൾ കാണാത്ത പോലെ അത്ര അടുത്തന്നെ സ്വന്തം ഹൃദയത്തിലിരിക്കുന്ന എന്നെ അറിയണില്ല അവർ എന്ന് പറയുകയാണ്. അറിയാതെയാണ് ആ എന്നെ പ്രാപിക്കാൻ, എത്ര അടുത്താണ് ഞാൻ, ആ എന്നെ പ്രാപിക്കാൻ ശ്രമിക്കാതെ എപ്പോഴും ഇങ്ങനെ സ്വർഗസുഖത്തിന് വേണ്ടി ചെയ്യാണ്. അതാണ് അതിൽ പ്രത്യേകം പറഞ്ഞു അല്ലേ, കർമാസക്തരും അവനവൻ്റെ ജീവനെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരിക്ക് ഇരുട്ടത്ത് കണ്ണ് കാണാത്ത പോലെ ആയിട്ടുള്ള അവർ വിശ്വാകാരമായി നിൽക്കുന്നവനും ഈ വിശ്വത്തിൻ്റെ കാരണമായവനും, അതും പറഞ്ഞുല്ലോ, എല്ലാവരുടെ അന്തര്യാമിയുമായ എന്നെ ഒട്ടും അറിയുന്നില്ല എന്നാണ് ഇതിൽ പറയണത്. പിന്നെ എന്താ അറിയോ, അവർ ഈ യാഗമൊക്കെ ചെയ്തിട്ട് ഹിംസയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഞാൻ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നതേമാമംഗജാനന്തി ഹൃദിസ്ഥമ്യ ഇദം യഥാ ഈ ഉക്തശസ്ത്ര ഹ്യസുതൃപോ ജീവനെ തൃപ്തിപ്പെടുത്തുകയാണ്. യഥാ നീഹാര ചക്ഷുഷ ഇരുട്ടത്ത് കണ്ണ് കാണാത്ത പോലെ അടുത്തുള്ള എന്നെ അവർ കാണുന്നില്ല. ഇനി എന്താണ്, രണ്ടെണ്ണം ഒന്നിച്ചാണ് 29, 30. തേമേ മതമവിജ്ഞായ പരോക്ഷം വിഷയാത്മകാഃ ഹിംസായാം യതിരാഗ സ്യാദ്യജ്ഞ ഏവ ന ചോദന ഹിംസാവിഹാര ഹ്യാലബ്ധൈഃ പശുഭിഃ സ്വസുഖേച്ഛയാ യജന്തേ ദേവതായജ്ഞൈഃ പിതൃഭൂതപദീൻ ഖലാഃ.
അപ്പോൾ ഈ 28-29 എന്താ വെച്ചാൽ ഹിംസായ, അതായത് പിന്നെ മാംസം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യാഗം ചെയ്യുമ്പോൾ കൊന്നേനെ തിന്നാ പാപമില്ല എന്ന് വിചാരിച്ചിട്ട് മാംസം കഴിക്കാനോ അതിനു വേണ്ടി ഹിംസ ചെയ്തിട്ട് ഹിംസ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ കൊന്നിട്ടൊക്കെ രാഗ യതി സ്യാദ് യജ്ഞേ ഏവ, അതായത് ആഗ്രഹം ഇങ്ങനെ മാംസം തിന്നാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ യാഗം ചെയ്തിട്ടേ പാടുള്ളൂ എന്ന് വിചാരിച്ചിരുന്നിട്ട് അത് തിന്നാലോ എന്ന് പറഞ്ഞ് ചോദന അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊന്നും ഇല്ലെങ്കിലും അങ്ങനെ അതിനെ വളച്ചൊടിച്ച് പരോക്ഷം, അതായത് തെളിവില്ല എന്ന്. പരോക്ഷം വെച്ചാൽ എന്താ? പരോക്ഷമായ, പ്രത്യക്ഷമല്ലാത്ത അർത്ഥം. പ്രത്യക്ഷമല്ലാത്ത എന്നാണല്ലോ പരോക്ഷം. മമ മതം, എൻ്റെ അഭിപ്രായത്തിന് അവിജ്ഞായ, അങ്ങനെ യാഗത്തിന് ആരും കൊന്നിട്ടൊന്നും വേണ്ട പുണ്യം കിട്ടാമെന്നുള്ള എൻ്റെ, അതായത് അഹിംസ, അത്ര ഭഗവാൻ പറയണത് ഒരു കാര്യമാണ് അഹിംസ അനുഷ്ഠിക്കണമെന്ന്. അങ്ങനെയുള്ള എൻ്റെ അഭിപ്രായത്തിനെ മതം, എൻ്റെ അഭിപ്രായത്തിനെ അവിജ്ഞായ, അറിയാതെ വിഷയാത്മക, വിഷയസുഖങ്ങളിൽ മുഴുകി ഹിംസാവിഹാര, ഹിംസയെ ചെയ്യുന്നവർ. വിഹാരം വെച്ചാൽ എന്താ? അതായത് ഹിംസ ഒരു തമാശയായിട്ട് എടുത്തിട്ടാണ്, ഒരു വിനോദമായിട്ട്, ഹിംസ ഒരു വിനോദമായി എടുത്ത് ഖല, ആ അറിവില്ലാത്ത വഞ്ചകൻ, ഖലൻ എന്ന് പറഞ്ഞാൽ ചതിക്കണവരെന്നൊക്കെ അർത്ഥം, ആ ചതിയന്മാർ സ്വസുഖേച്ഛയാഹി, അവനവൻ്റെ സുഖത്തിൽ ഉള്ള ആഗ്രഹം കൊണ്ട് അലബ്ധൈഹി, അതായത് ഹിംസിക്കപ്പെട്ട പശുക്കളെ കൊണ്ട് ചെയ്യുന്ന യജ്ഞൈഹി, യാഗങ്ങളാൽ ദേവതാഹ മുതൽ ദേവന്മാർ പിതൃഭൂതപതീൻ, പിതൃക്കളെയും ഭൂതങ്ങളെയും യജന്തയെ ആരാധിക്കുന്നു. എന്തൊരു അജ്ഞാനാണെന്ന് പറയുകയാണ്. അതായത് ഈ ഭഗവാന്റെ അഭിപ്രായത്തിൽ ഹിംസ തന്നെ പാപമാണ്, അതൊന്നും അറിയാണ്ടാണ്. അതാണ് അതിൽ പറഞ്ഞത്. എന്താ വെച്ചാൽ ഈ ഹിംസ ചെയ്യാനും മാംസാഹാരം ഭക്ഷിക്കാനും ആഗ്രഹം ഉണ്ടെങ്കിൽ യജ്ഞം ചെയ്തിട്ട് മാത്രമേ അങ്ങനെ പിന്നെന്താണ് മാംസഭക്ഷണം കഴിക്കാവൂ എന്ന് നിയമമൊന്നുമില്ല. പക്ഷെ അത് തിന്നണം, നമ്മളിത് മുമ്പ് പറഞ്ഞല്ലോ. അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് മാത്രമല്ല, അത് പ്രസാദമായിട്ട് കഴിക്കാനൊക്കെ അവനവനെ തന്നെ ആത്മസമർപ്പണം ചെയ്യണതൊക്കെയാണ് അതിൻ്റെ സിംബോളിസം. അതിൻ്റെ പ്രതീകാത്മകത എന്താ വെച്ചാൽ തൻ്റെ ജീവത്വത്തിനെ, അതായത് തൻ്റെ ജീവാഭിമാനത്തിനെ ത്യജിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. അതൊന്നും മനസ്സിലാക്കാതെ ഹിംസ ചെയ്തിട്ട് മാംസം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യജ്ഞങ്ങൾ ചെയ്തിട്ട് അത് ചെയ്യാം എന്ന് ഹിംസ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു വളരെ പ്രതീകാത്മകമായിട്ട് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാതെ ഇഷ്ടം പോലെ യജ്ഞം ചെയ്ത് ഈ നിരപരാധികളായ പശുക്കളെ കൊന്നു തിന്നാം സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ഹിംസയിൽ അങ്ങേയറ്റം മുഴുകിയിട്ടുള്ള ഈ ഖലന്മാർ പ്രാണികളെ കൊന്ന് യജ്ഞങ്ങളൊക്കെ നടത്തി ദേവതകളെയും പിതൃക്കളെയും മറ്റ് ഭൂതങ്ങളെയും ഒക്കെ ആരാധിക്കുന്നു. അത് വളരെ ശരിക്കും അറിവില്ലായ്മ കൊണ്ടാണത്. അതായത് ശരിക്കും ഞാൻ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ പ്രാണി അതൊരു സിമ്പിള് മാത്രമാണ്. ഇങ്ങനെ പ്രാണി ഹിംസിച്ച് അതിനെ അർപ്പിക്കണത് അവനവൻ്റെ ആ യജ്ഞം നടത്തുന്ന ആളുടെ യജമാനൻ്റെ തന്നെ ജീവാഭിമാനത്തിനെ ശരീരാഭിമാനത്തിനെ അല്ലെങ്കിൽ ജീവത്വത്തിനെ ബലി കഴിക്കണം. അതായത് തൻ്റെ ശരീരാഭിമാനത്തിനെ ശരിക്കും സമർപ്പിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞുവല്ലോ. അല്ല, അതൊരു വെറും സിംബോളിസാണ്. അതൊന്നും അറിയാതെ മാംസം തിന്നാൻ ആഗ്രഹമുള്ളപ്പൊക്കെ യാഗം ചെയ്യുക, കൊല്ലുക, അതൊരു കളി, ഒരു വിനോദമായിട്ടെടുത്തിട്ട് ഇഷ്ടം പോലെ കൊല്ലുക, തിന്നുക, അങ്ങനെ ഒരു കരുണയും ഇല്ലാതെ എന്താണ് ശരിക്കും അവർക്ക് വേണ്ടത് എന്നുള്ളതൊന്നും അറിയാതെ പശുക്കളെ കൊന്ന് സ്വന്തം സുഖത്തിനും അവനവൻ്റെ ആ വിഷയസുഖത്തിന് വേണ്ടിയിട്ട് കൊന്ന് പിതൃക്കളെയും ദേവന്മാരെയും ഭൂതങ്ങളെയൊക്കെ ആരാധിക്കുകയാണെന്ന്
സങ്കല്പിച്ചുകൊണ്ട് സ്വന്തം സുഖത്തിന് വേണ്ടി കൊന്നു തിന്നുന്നു ആര്? ഈ ഖലന്മാർ എന്ന് പറഞ്ഞു അല്ലേ. അതായത് അജ്ഞാനം കൊണ്ടാണ് അതൊക്കെ ചെയ്യണത് അവരെന്ന്. തേമേ മതവിജ്ഞായ പരോക്ഷം വിഷയാത്മകാഹ ഹിംസായാം യതി രാഗസ്യാദ്യജ്ഞ ഏവം ന ചോദന ഹിംസാവിഹാരാഖ്യാലബ്ധൈ പശുഭിസ്വസുഖേച്ഛയാ യജന്തേ ദേവതായജ്ഞൈഃ പിതൃഭൂതപദീൻ ഖലാഹ. ഖലന്മാർ വളരെ വിഷയികളും ചതിയന്മാരും ഒക്കെ ആയിട്ടുള്ളവരെ എന്ത് ചെയ്താൽ ഈ വേദത്തിലത്തെ വാക്യങ്ങളൊക്കെ വളച്ചൊടിക്കുകയും ചെയ്യേ. ഇനി അഥവാ അറിഞ്ഞാൽ തന്നെ അങ്ങനെയല്ലാന്ന് നടിക്കും. കാരണം അവർക്ക് അത്ര വിഷയലമ്പടന്മാരായതുകൊണ്ട് അങ്ങനെയല്ലാന്ന് നടിച്ചിട്ട് കൊന്ന് തിന്നും. വിരോധമല്ലേ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ആഗ്രഹമുള്ളപ്പോൾ. ഇനി ഇവരൊക്കെ ബുദ്ധിയില്ലാത്തവരാണ് പറയണത്. സ്വപ്നോപമമും ലോകമസന്തം ശ്രവണപ്രിയം 31 കേട്ടോ. സ്വപ്നോപമമും ലോകമസന്തം ശ്രവണപ്രിയം ആശിഷോ ഹൃദി സങ്കല്പ്യ ത്യജന്ത്യർത്ഥാൻ യഥാ വണിക്. 31. സ്വപ്നോപമം സ്വപ്നത്തിന് തുല്യവും ശ്രവണപ്രിയം കേൾക്കുവാൻ മാത്രം രസമുള്ളതും അല്ലെങ്കിൽ പ്രിയമായതും അസന്തം ഇല്ലാത്തതുമായ അസത്വമായ അല്ലെങ്കിൽ അസത്യവുമായ ഇല്ലാത്തതുമായ അമും ലോകം പരലോകത്തിനെയും ആശിഷ ഹൃദി കാമങ്ങളെ അതായത് ആഗ്രഹങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് വണിക് യഥ ഒരു കച്ചവടക്കാരനെ പോലെ അർത്ഥാൻ ധനം ത്യജന്തി ചെലവ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ ഖലന്മാർ അല്ലെങ്കിൽ ഇങ്ങനെ അജ്ഞാനികൾ എന്താ ചെയ്യണേ? സ്വപ്ന തുല്യാണ്, വാസ്തവത്തിൽ ഇല്ലാത്താണ്. ആകാശ പുഷ്പം പോലെയുള്ള ഈ കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? അങ്ങനത്തെ സ്വർഗത്തിനെ പറ്റിയും അവിടുത്തെ സുഖങ്ങളെ പറ്റിയും മനസ്സിലൊക്കെ വിചാരിച്ച് സാധാരണ ഒരു കച്ചവടക്കാരനെ പോലെ വിൽക്കുക, പൈസ കിട്ടുക അല്ലേ? ക്രയവിക്രയം ചെയ്യുന്ന ഒരു കച്ചവടക്കാരനെ പോലെ വെറും ലാഭം സങ്കല്പിച്ചിട്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ധനം ചെലവാക്കണു, സ്വർഗം കിട്ടും വിചാരിച്ചിട്ടേ. കച്ചവടക്കാരങ്ങനെയല്ലേ, ഭയങ്കര ആഗ്രഹം കൊണ്ടേ അവർ ഓരോന്ന് കാണിക്കുമല്ലോ അല്ലേ? അവർ ചിലപ്പോൾ ആപത്ത് വരുത്തുന്ന തരത്തിലുള്ളതും കൂടി അവർ ചെയ്യും. ചിലപ്പോൾ ആപത്തിൽപ്പെട്ടില്ല, ചിലപ്പോൾ ധനലോഭം കൊണ്ട് ചിലപ്പോൾ അവർ ഇതിലാവുക, അങ്ങനെയുള്ള ഇത് വരും. അതാണ് പറഞ്ഞത്. സ്വപ്ന തുല്യവും അസത്യവും അനിത്യവും ആയിട്ടുള്ള എന്നാൽ കേൾക്കാൻ സുഖമുള്ള ഈ സ്വർഗത്തിനെയും ഈ ഇവിടുത്തെ ഭോഗങ്ങളെയും ഐഹിക ഭോഗങ്ങളെയും കാക്ഷിച്ച് ഇവിടുത്തെ അതായത് ഇഹപരലോകത്തിലത്തെ എല്ലാ സുഖങ്ങളും ആഗ്രഹിച്ചിട്ട് ആളുകൾ ഈ കച്ചവടക്കാരെ പോലെ അതായത് അത്യാഗ്രഹം കൊണ്ട് എന്ത് ചെയ്യണു? അത്യാഗ്രഹം കൂട്ടി ഇനി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കച്ചവടക്കാരെ പോലെ ഈ കയ്യിലുള്ള ധനം മുഴുവൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കണു. ഫലം കിട്ടാൻ വേണ്ടിയിട്ട്, ഈ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കണു. അതായത് ഈ യാഗം മുതലായ കാര്യങ്ങൾക്കൊക്കെ ഈ ധനം ചിലവാക്കണമെന്ന്. എന്താ മോഹം? ആ സ്വർഗം അത് ശരിക്കുള്ളതല്ല, ഇല്ലാത്ത സ്വർഗത്തിന് വേണ്ടിയിട്ട് ഉള്ള കച്ചവടക്കാരെ പോലെ അവനവൻ്റെ സ്വത്ത് മുഴുവൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫലാപേക്ഷയോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ സകാമമായി ചെയ്ത് ധനങ്ങളെ നശിപ്പിച്ച് കളയണു എന്നാണ് പറയണത്. എന്നിട്ട് അവർക്കെന്താ ഇവിടെ ഇഹത്തിലും പരത്തിലും ഗതിയില്ല അങ്ങനെ ചെയ്യണവർക്ക്. അതാണ് സ്വപ്നോപമമും ലോകമസന്തം ശ്രവണപ്രിയം. കേൾക്കാനൊക്കെ രസമുണ്ട്, സ്വർഗത്തിൽ അങ്ങനെയാണ് അത് പക്ഷെ അസത്യമാണെന്നാണ് പറഞ്ഞത്. ആശിഷോ അസത്യം വെച്ചാൽ അനിത്യം എന്നും പറയാം. ഈ സത്യമാണെങ്കിൽ തന്നെ അനിത്യമാണെന്ന് ഉറപ്പാണല്ലോ. ആശിഷോ ഹൃദി സങ്കല്പ്യ ത്യജന്ത്യർത്ഥാൻ യഥാ വണിക്. 32. രജസത്വതമോനിഷ്ഠ രജസത്വതമോജുഷ ഉപാസത ഇന്ദ്രമുഖ്യാൻ ദേവാദീന്ന തഥൈവ മാം. 32. രജഃ സത്വതമോനിഷ്ഠാഃ. രജസ് തമസ് സത്വഗുണം നിറഞ്ഞിട്ടുള്ള ജനങ്ങൾ. എല്ലാവർക്കും 3 ഗുണങ്ങളുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോന്ന് പ്രധാനമാവാമെന്ന് മാത്രം. എല്ലാവരുടെ ഉള്ളിലും 3 ഗുണങ്ങളുമുണ്ട്.
പക്ഷേ ചിലർ തമോ ഗുണപ്രധാനികളാണ്, ചിലർ രജോ ഗുണപ്രധാനികളാണ്, ചിലർ സത്വഗുണപ്രധാനികളാണ്. രജസ് സത്വ തമോ ജുഷ, രജസ് തമസ സത്വഗുണങ്ങൾ ഉള്ള ഇന്ദ്രമുഖ്യാൻ ദേവാദീൻ അവർക്കുണ്ട്. അതായത് നമുക്കൊക്കെ 3 ഗുണങ്ങളുണ്ട്, ഈ ദേവന്മാർക്കും ഉണ്ട്. ആ ഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ള ഭഗവാനെ അല്ലാതെ ഭജിച്ചിട്ട് കാര്യമില്ല. അതാണ് ഇന്ദ്രമുഖ്യാൻ ദേവാദീൻ, ഇന്ദ്രാദി ദേവന്മാരെ തന്നെയാണ് ഉപാസിക്കുന്നത്. അഥ മാം ന ഏവ, എന്നെ അല്ലാന്ന്. അതല്ലാതെ ഗുണാതീതനായിട്ടുള്ള എന്നെ അല്ല ഭജിക്കണം എന്നാണ് പറഞ്ഞത്. എന്താ പറയുക പറഞ്ഞത്, നമ്മൾക്കൊക്കെ ത്രിഗുണങ്ങൾ നമ്മളുടെ എല്ലാവരിലും ഉണ്ട്. അതേപോലെ തന്നെയാണ് ദേവന്മാരിലും ത്രിഗുണങ്ങളുണ്ട്. നമുക്ക് എപ്പോഴും ഈ ഇന്ദ്രൻ്റെയൊക്കെ സത്വഗുണപ്രധാനികളായിരിക്കും അവർ. പക്ഷേ അവർക്കും ഉണ്ട് രജോ ഗുണവും തമോ ഗുണവും ഒക്കെ. ഇന്ദ്രനൊക്കെ എന്തൊക്കെ അസൂയയും ഒക്കെ ഉണ്ടല്ലോ അല്ലേ. എപ്പോഴും ആരെങ്കിലും 100ാമത്തെ യാഗം ചെയ്യാച്ചാൽ അത് പോയി മുടക്കും. എന്നുവെച്ചാൽ അവരും ഇന്ദ്രനെ പോലെ ആവുമോ പേടിച്ചിട്ട്. എത്ര കഥകളുണ്ട് ഇന്ദ്രൻ്റെ അല്ലേ. ഈവൻ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. എന്നിട്ട് പിന്നെ ഇന്ദ്രനെ അവർ ഇന്ദ്രന് പകരം ഗോവർദ്ധനത്തിനെ പൂജിച്ചപ്പോൾ ദേഷ്യം വന്ന് ഭഗവാനെ കൊണ്ട് ഗോവർദ്ധനോദ്ധാരണം നടത്തിച്ചുവല്ലോ ഇന്ദ്രൻ. അത്രയ്ക്ക് രജോ ഗുണവും തമോ ഗുണവും ഒക്കെ ഇന്ദ്രനുണ്ട്. പക്ഷെ സത്വഗുണമായിരിക്കണം അധികം ദേവന്മാർക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ത്രിഗുണങ്ങളാൽ ത്രിഗുണങ്ങൾ ഉള്ള ഈ ത്രിഗുണം പ്രധാനമായിട്ടുള്ള ദേവന്മാരെയും ഭജിക്കണതിൽ എന്താ അർത്ഥമുള്ളത്? അന്ന് ഭഗവാൻ പറയുകയാണ്, ദേവന്മാരും ഗുണാതീതന്മാരല്ല, നിങ്ങളും ഗുണാതീതന്മാരല്ല, മനുഷ്യരും. അപ്പോൾ ഈ ഗുണാതീതന്മാരല്ലാത്ത മനുഷ്യർ ഗുണാതീതന്മാരല്ലാത്ത ദേവന്മാരെയാണോ ഭജിക്കേണ്ടത്? അവർ നിർഗുണനായ എന്നെ ആരാധിക്കണില്ല. ഈ സകാമായിട്ട് യാഗം ചെയ്യണവരൊക്കെ ഇന്ദ്രാദി ദേവന്മാർക്കാണ് യാഗം ചെയ്യണത്. അറ്റ്ലീസ്റ്റ് അത് ചെയ്യുമ്പോൾ അത് ആത്യന്തികമായിട്ട് ഭഗവാനിലേക്കാണ് പോകണമെന്ന് അറിഞ്ഞ് ഭഗവാനെ വിചാരിച്ചിട്ട് ദേവന്മാരിൽ കൂടി ആരാധിക്കാനേ പാടുള്ളൂ. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. ഏത് ദേവനെ ആരാധിക്കുകയാണെങ്കിലും സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്നുള്ള മനോഭാവത്തോടു കൂടി ഏത് ദേവനെ യജിച്ചാലും ഭഗവാനിലെത്തും. പക്ഷേ ഭഗവാനിലെത്തുകയാണെന്ന് വിചാരിക്കും കൂടിയും ചെയ്യാതെ ഈ ദേവന്മാരെന്നെയാണ് എനിക്ക് ഈ ആരാധനയുടെ ഫലം തരിക, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം, യാഗത്തിൻ്റെ ഫലം ഈ ദേവന്മാരെന്നെ തരിക എന്ന് വിചാരിച്ചിട്ട് ഗുണത്തിന് അധീനരായിട്ടുള്ള ഈ മനുഷ്യർ അതേപോലെയുള്ള ദേവന്മാരെ, ഗുണാതീതന്മാരല്ലാത്ത ദേവന്മാരെ ഭജിക്കുന്നു. ഗുണാതീതനായ എന്നെ അവർ ഭജിക്കണില്ല. എൻ്റെ പിന്നെ രൂപമാണ് അവർ വെച്ചാലും അവരും ഗുണാതീതന്മാരല്ല എന്ന് അറിയാതെ ഈ അറിവില്ലാത്തവർ സകാമമായിട്ട് ഫലം കിട്ടാൻ വേണ്ടി ഈ ദേവന്മാരെ തന്നെ ഭജിക്കുന്നു. അപ്പം അവർ നൽകുന്ന ഫലവും നിത്യമല്ല, നിത്യമായിട്ടുള്ള ഒരാനന്ദം അല്ലെങ്കിൽ സുഖം. അപ്പം അവരും സുഖം നൽകും, പക്ഷെ അതും കാരണം അവരുടെ സുഖം തന്നെ നിത്യമല്ല. അപ്പോൾ പിന്നെ അവർക്ക് നിത്യമായിട്ടുള്ള സുഖം തരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിത്യമായിട്ടുള്ള ആനന്ദവും സുഖവും വേണമെങ്കിൽ ഗുണാതീതനായിട്ടുള്ള എന്നെ ഭജിക്കണം എന്ന് അവർക്ക് അറിയില്ല. അതാണ് ഇതിൽ പറഞ്ഞത്. ആ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അവരുടെ സകാമ പ്രാർത്ഥനയൊന്നും ശരിക്കുള്ള ആത്യന്തികമായിട്ടുള്ള ആനന്ദം നൽകുന്നില്ല, സുഖം നൽകുന്നില്ല. രജസത്വ തമോ നിഷ്ഠ രജസത്വ തമോ ജുഷ ഉപാസത ഇന്ദ്രമുഖ്യാൻ ദേവാദീൻ ന തഥൈവ മാം. അല്ലേ, എത്ര ആലോചിച്ചാൽ ശരിയാണത്. എപ്പോഴും പറയണത് എല്ലാ നമസ്കാരവും ഭഗവാനിൽ എത്തണം തന്നെയാണ്. അങ്ങനെ ആ മനോഭാവത്താൽ കൂടി ചെയ്താലേ ഭഗവാനിൽ എത്തുള്ളൂ. ഈ ദേവന്മാരെന്നെ എനിക്ക് ഫലം തരും എന്ന് പറഞ്ഞാൽ ദേവന്മാർ തരും ഫലം, പക്ഷെ നിത്യമായിട്ടുള്ള സുഖമല്ല തരിക. അവർക്ക് നിത്യസുഖമില്ല, പിന്നെ അവർക്ക് നിത്യസുഖം തരാൻ പറ്റുമോ? ഇനി ഒരെണ്ണം കൂടി 33. ഇഷ്ട്വേഹ ദേവത യജ്ഞൈർഗത്വാ രംസ്യാമഹേ ദിവി തസ്യാന്ത ഇഹ ഭൂയാസ്മാ മഹാശാല മഹാകുലാഹ. 33. ഇഹലോകത്തിൽ യജ്ഞങ്ങളെ കൊണ്ട് ദേവതാഹ ഇഷ്ട്വ ദേവതകളെ ആരാധിച്ച് ദിവി ഗത്വ സ്വർഗത്തിൽ പോയിട്ട് രംസ്യാമഹേ സുഖം അനുഭവിക്കാം,
തസ്യ അന്തേ ആ സുഖം കഴിഞ്ഞാൽ മീൻസ് ആ നമ്മളെ പുണ്യം ക്ഷയിച്ചാൽ ഈ ലോകത്തിൽ മഹാകുലാഹ വലിയ കുലത്തിൽ ജനിച്ച് മഹാശാലഹ വലിയ വീട്ടിൽ വസിക്കുന്നവരായി ഭൂവാസു ഭവിക്കാം. അപ്പം എന്താ പറഞ്ഞ വെച്ചാൽ അത് ശാശ്വതമല്ല പറയണം. ഇങ്ങനെ യാഗങ്ങൾ ചെയ്ത് ദേവന്മാരെ ആരാധിച്ച് സ്വർഗത്തിൽ ചെന്ന് നമുക്ക് കുറച്ചു കാലം താമസിക്കാം. പക്ഷേ ആ പുണ്യം ക്ഷയിക്കുമ്പോൾ ആ സുഖ അനുഭവത്തിൻ്റെ അവസാനത്തിൽ പിന്നെയും ഇവിടെ വന്ന് ഉത്കൃഷ്ടജനത്തിൽ ജനിച്ചു എന്ന് വരാം. പിന്നെയും ഗൃഹസ്ഥന്മാരായിട്ട് ഈ ജനന മരണ ചക്രത്തിൽ ചുറ്റിത്തിരിയേണ്ടി വരും. അതായത് നിത്യ സുഖവും നിത്യ ആനന്ദവും. അതുകൊണ്ട് ഇങ്ങനെ സകാമമായിട്ട് എന്ത് ചെയ്ത് ആഗ്രഹിച്ച് നമ്മൾ ഫലാപേക്ഷയോടുകൂടി ചെയ്യുന്ന ഒരു കർമ്മം കൊണ്ടും കിട്ടുന്ന സുഖം ശാശ്വതമല്ല. പിന്നെയും നമുക്ക് ആ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അനുഭവിക്കാൻ, നല്ല കർമ്മങ്ങളാണെങ്കിൽ സുഖം അനുഭവിക്കാൻ, ചീത്ത കർമ്മങ്ങളാണെങ്കിൽ പാപം അനുഭവിക്കാൻ. എന്തായാലും ഫലാപേക്ഷയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഫലം അനുഭവിക്കണം. അപ്പോൾ നമ്മൾ ഫലാപേക്ഷയോടുകൂടി അല്ലാതെ എല്ലാ കർമ്മങ്ങളും ചെയ്യണം. എന്നാലേ നമുക്ക് ഭഗവാനിലെത്താൻ പറ്റുള്ളൂ. അത് പറഞ്ഞിവിടെ നിർത്താം. അപ്പോൾ എല്ലാവർക്കും നമുക്കൊക്കെ ഫലാപേക്ഷയോടുകൂടി അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈശ്വരാർപ്പണമായി നമുക്ക് ചെയ്യാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ഇവിടെ നിർത്താം. ഇഷ്ട്വേഹ ദേവതായജ്ഞേർഗത്വാരം സ്യാമഹേ ദിവി തസ്യാന്ത ഇഹ ഭൂയാസ്മാ മഹാശാലാ മഹാകുലാഹ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.